കേരളത്തിലേക്ക് വന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള വിവാദങ്ങൾ കത്തിപ്പോകുന്നുണ്ട് ഓരോ ദിവസവും. മുസ്ലിം ലീഗിൽ നിന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി സർക്കാരിനെതിരെ നിശിതമായ വിമർശനവുമായി കളം നിറയുന്നത് നമ്മൾ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് മുസ്ലിം മതന്യൂനപക്ഷങ്ങളുടെ കാര്യത്തിൽ നടത്തുന്ന പ്രസംഗങ്ങളും പറയുന്ന പ്രഖ്യാപനങ്ങളും പ്രവൃത്തിയാകുന്നില്ല എന്നത് പിണറായി വിജയനെ നേരിട്ട് പറഞ്ഞുകൊണ്ട് വിമർശിക്കുന്നു പി കെ കുഞ്ഞാലിക്കുട്ടി. അപ്പോൾ അദ്ദേഹം CAA വിഷയത്തിലടക്കം സർക്കാർ പ്രസംഗിക്കുന്നതല്ല, മുഖ്യമന്ത്രി പ്രസംഗിക്കുന്നതല്ല നടക്കുന്നത് എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന കാര്യം. അതിന് കുറേ കടുത്ത ഉദാഹരണങ്ങളൊക്കെ ഇന്നിപ്പോൾ കുഞ്ഞാലിക്കുട്ടി പറയുന്നുണ്ട്. നമുക്കതിനെക്കുറിച്ച് സംസാരിക്കണം തോന്നാൻ പറ്റിയ കാര്യം, കാരണം കുഞ്ഞാലിക്കുട്ടി അങ്ങനെ വളരെ ഷാർപ്പായിട്ട് മുഖ്യമന്ത്രിയെയും സർക്കാരിനെയും വിമർശിക്കുന്ന ഒരു രീതി അവലംബിക്കുന്ന ഒരു നേതാവല്ല. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അദ്ദേഹം വളരെ കണിശവും നിശ്ചിതവുമായിട്ടുള്ള വിമർശനം മുഖ്യമന്ത്രിക്ക് നേരെ തന്നെ തൊടുത്തുവിടുന്നത് കാണുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു അപ്രോച്ചിലുണ്ടായിട്ടുള്ള മാറ്റം എന്തായിരിക്കും എന്നതിനെക്കുറിച്ച് സംസാരിക്കാമെന്ന് വിചാരിക്കുകയാണ്. ദൗസാൻ എന്താണ് തോന്നുന്നത്? കുഞ്ഞാലിക്കുട്ടി സാധാരണ പറയാത്ത പദപ്രയോഗങ്ങളും ഉപയോഗിക്കാത്ത കണിശവാചകങ്ങളും കൊണ്ട് സർക്കാരിനെ അറ്റാക്ക് ചെയ്യുകയാണ്. അതുകൊണ്ട് സാധാരണ കാണാത്ത ഒന്നാണ്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ എന്ത് സ്ട്രാറ്റജി എടുക്കുന്നതാണ് നമുക്ക് കാണുമെന്ന് തോന്നുന്നത്? ഇപ്പോൾ ഈ നിഷാദ് ഇപ്പം പറഞ്ഞ സംഗതികളുണ്ടല്ലോ, അത് റിയാസ് മൗലവിയുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ്. എന്താണ് തെങ്ങുന്ന് വീണ് പരിക്കൊന്നും പറ്റിയില്ല, പക്ഷേ തലപോയി. പിന്നെ റിയാസ് മൗലവി വിഷയം ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാനപ്പെട്ടൊരു വിഷയമാക്കാൻ UDF തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. പക്ഷെ ഇതിലൊരു കൗതുകം, കുഞ്ഞാലിക്കുട്ടി സാധാരണ ഇങ്ങനെയൊന്നും പറയാറില്ലല്ലോ, പ്രത്യേകിച്ച് പിണറായി വിജയനെതിരെ. അതാണ് എന്തപ്പോൾ ഉണ്ടായേ എന്നുള്ളൊരു സംഗതി ഉണ്ടല്ലോ, അങ്ങനെ വരുന്നത്. അപ്പോൾ അത് നോക്കുമ്പോഴാണ് നമ്മളിപ്പോൾ നമ്മൾ ജേർണലിസ്റ്റുകൾ, അല്ലെങ്കിൽ പൊതുവെ ജേർണലിസ്റ്റുകളൊന്നും ആണ്ട, പത്രവായനക്കാരായിട്ടുള്ള ആളുകൾ പ്രത്യക്ഷത്തിൽ കാണുന്ന രാഷ്ട്രീയത്തിൽ പ്രത്യക്ഷത്തിൽ കാണുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ. അത് മാത്രമല്ല, ആ പ്രത്യക്ഷത്തിൽ നമ്മൾ കാണുന്ന മാത്രം, അതിൻ്റെ പിറകിൽ നമുക്ക് വിചാരിക്കാൻ പറ്റാത്ത പലതരത്തിലുള്ള ബന്ധങ്ങളും ബന്ധവിച്ഛേദങ്ങളും ഒക്കെ രാഷ്ട്രീയത്തിലുണ്ട്. അതിൻ്റെ സങ്കീർണതയിലേക്ക് നമ്മൾ കടക്കുമ്പോൾ നമ്മൾ ആകെ സ്തംഭിച്ചു പോകും. ഒറ്റ ഉദാഹരണം പറയാം. കഴിഞ്ഞ ആഴ്ച ഉണ്ടായ ഒരു സംഭവം, ഈ മുസ്ലിം ലീഗിൽ ഭയങ്കരമായിട്ടുള്ള വിപ്ലവമൊക്കെ കൊണ്ടുവരാൻ വേണ്ടി പുറപ്പെട്ട ഒരു ടീം ഉണ്ടായിരുന്നു, ഹരിത ടീം. അവരെല്ലാവരും തിരിച്ചു വന്നിരിക്കുകയാണ്. തിരിച്ചു വന്നതുകൊണ്ട് അവർക്ക് സ്ഥാനങ്ങൾ കൊടുക്കാം എന്ന് അവർ മാപ്പ് പറയുന്നു, പാർട്ടി നേതൃത്വത്തോട് മാപ്പ് പറയുന്നു. യൂത്ത് ലീഗിൻ്റെ ഒക്കെ ഓരോരോ സ്ഥാനങ്ങൾ കൂടിയിരുത്താം എന്നൊക്കെ പറയുന്നു. നോക്കണം, ജെൻഡർ സെൻസിറ്റിവിറ്റി, മറ്റേ സ്ത്രീ ഇതെന്നൊക്കെ പറഞ്ഞിട്ട്, സ്ത്രീ അവകാശം, പുരുഷാധിപത്യത്തിനെതിരായുള്ള പോരാട്ടം എന്നൊക്കെ പറഞ്ഞ് രംഗത്ത് വന്ന് കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം അതിഭയങ്കരമായിട്ട് ആവേശ കൊടുമുടിയിൽ കയറ്റിയ ഒരു തീവ്ര വിപ്ലവ സംഘമാണത്. എത്ര പെട്ടെന്നാണ് അവരുടെ ആ വിപ്ലവ പ്രവർത്തനങ്ങളെല്ലാം അവസാനിപ്പിച്ച് അടിയൻ ലച്ചിപ്പോ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ അവർക്ക് അവർ തിരിച്ചു പോകുന്നു എന്നുള്ളത് ഒരു ഭാഗത്ത്, മറുഭാഗത്ത് അവർക്ക് സ്ഥാനങ്ങൾ നൽകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണ് ഇത്ര പൊടുന്നതിന് ഒരു വെടിനിർത്തലിലേക്ക് കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരു സന്ധിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു നോക്കിക്കഴിഞ്ഞാൽ അതിനേക്കാൾ രസകരമായുള്ള വേറെ ചില കഥകളാണ് ഉണ്ടാകുക. അപ്പോൾ ഈ ഹരിതയുടെ നേതാക്കന്മാരുണ്ടല്ലോ, സ്ത്രീ നേതാക്കന്മാർ, പെൺകുട്ടികൾ, അവരെ കൂടാതെ ആ സമയത്ത് പുറത്താക്കപ്പെട്ട MSFൻ്റെ 1-2 ആൺ നേതാക്കളുണ്ട്, ലത്തീഫ് തുറയൂർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള, അവരെ കൂടെ ഇതിൽ തിരിച്ചെടുക്കുന്നുണ്ട്. അതെങ്ങനെയാണ് ഇതിൽ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ലത്തീഫ് തുറയൂരും സംഘവും കുറച്ചായി അവർ പത്രസമ്മേളനങ്ങളായും അല്ലാതെയും പറയുന്നൊരു കാര്യമുണ്ടായിരുന്നു. AR നഗർ ബാങ്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ കോടികളുടെ ഇടപാടുകളുണ്ട്, അത് ഞങ്ങൾ പറയും, അതിനെക്കുറിച്ച് ഞങ്ങളുടെ കയ്യിൽ വിവരമുണ്ട്, അതൊരു അത് കോൺട്രവേഴ്സി ആകുമെന്ന് ലീഗ് നേതൃത്വം ഭയക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ലത്തീഫ് തുറയൂറിനൊക്കെ പെട്ടെന്ന് തിരിച്ചെടുത്തതെന്ന് ചോദിച്ചാൽ, ഇതുമായി ബന്ധപ്പെട്ട ചില വിവരാവകാശം വഴി ഇവർ ചില കാര്യങ്ങൾ ചോദിച്ചിരുന്നു, വിവരാവകാശം കിട്ടിയില്ല. അപ്പോൾ അവർ അതിൻ്റെ അപ്പലറ്റ് അതോറിറ്റിയെ സമീപിക്കുന്നു, അവർക്ക് അതുമായി ബന്ധപ്പെട്ട ചില രേഖകൾ കിട്ടുമെന്നൊരവസ്ഥ വരുന്നു. ആ സമയത്ത് ഇവർ ലീഗ് നേതൃത്വത്തെ, കുറച്ചുകൂടി സ്പെസിഫിക്കായി പറഞ്ഞാൽ കുഞ്ഞാലിക്കുട്ടിയെ അങ്ങോട്ട് ബ്ലാക്ക് മെയിൽ ചെയ്യാന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ. ഇത്രയും പോരുന്ന നേതാക്കന്മാർ കുഞ്ഞാലിക്കുട്ടിയെ പോലത്തെ ഒരു നേതാവിനെ അങ്ങോട്ട് വിരട്ടണമെങ്കിൽ അതിൻ്റെ ഒരു ബലം, അതിൻ്റെ ഒരു കനമെന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. അപ്പോൾ അതിന് പെട്ടെന്ന് വഴങ്ങുന്നു, അവർ തിരിച്ചെടുക്കുന്നു.
അതിനേക്കാൾ വലിയ തമാശ എന്താണെന്ന് ചോദിച്ചാൽ ഇവരുടെ പിറകിൽ ആരാണ്? ഈ AR നഗർ ബാങ്കുമായി ബന്ധപ്പെട്ട ഈ നീക്കങ്ങൾക്കൊക്കെ പിന്നിൽ നിന്ന് പിന്തുണ കൊടുക്കുന്നത് ആരാണ്? കുഞ്ഞാലിക്കുട്ടിയുടെ നമ്പർ 1 എനിമിയായിട്ടുള്ള ഇപ്പോഴത്തെ പൊന്നാനിയിലെ സ്ഥാനാർത്ഥി KS ഹംസ. KS ഹംസയാണ് ഇവരുടെ പിൻബലം. അപ്പോൾ KS ഹംസയുടെ പിൻബലത്തിൽ പ്രവർത്തിക്കുന്ന MSF ഒരു ജോയിൻറ്റ് സെക്രട്ടറി നിലവാരത്തിലൊക്കെ ഉണ്ടായിരുന്ന നേതാക്കന്മാരാണ്. അവരെ തിരിച്ചെടുക്കുകയാണ്. അത് നമുക്കൊക്കെ മനസ്സിലാക്കും. KS ഹംസയുടെ കൂടെയുള്ള ആളുകളെ ഈ ഇലക്ഷൻ സമയത്ത് മുസ്ലിം ലീഗ് തിരിച്ചെടുക്കുന്നു. നിഷാദ് ഈ ചോദ്യം ചോദിക്കുമ്പോൾ നിഷാദിന് മുന്നേ എന്താണ്, കുഞ്ഞാലിക്കുട്ടി സാധാരണയിൽ പിണറായി വിജയനെതിരെ ഇങ്ങനെ സംസാരിക്കാറില്ല, ആ കുഞ്ഞാലിക്കുട്ടി ഇപ്പോൾ ഇങ്ങനെ സംസാരിക്കുന്നു. അപ്പോൾ ഇതെന്താണ് ഇവർ തമ്മിലുള്ള ബന്ധം എന്നൊരു സംശയം ഉണ്ടാവുമല്ലോ. അപ്പോൾ അതാണ് ഒരുതരം ഒരു സൈക്കോ പ്രണയം എന്നൊക്കെ നമ്മൾ പറയുന്ന മാതിരി ഇത് രാഷ്ട്രീയത്തിൽ നമ്മൾ എല്ലാ സമയത്തും എല്ലാം ഇങ്ങനെ ഒരേപോലെ സഞ്ചരിക്കുമെന്ന് വിചാരിക്കരുത്. കുഞ്ഞാലിക്കുട്ടിയും പിണറായി വിജയനും തമ്മിൽ ചില ഇക്വേഷൻസ് ഉണ്ട്, ശരിയാണ്. പക്ഷെ അതേ പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ തന്നെയാണ് കുഞ്ഞാലിക്കുട്ടിയുടെ ഏറ്റവും വലിയ ശത്രുവായിട്ടുള്ള ഹംസയെ സ്ഥാനാർത്ഥിയാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഹംസ പൊന്നാനിയിൽ എന്തെങ്കിലും നിരക്കുള്ള രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കുകയാണെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയ ആഘാതം ആർക്കാണ് ലഭിക്കാൻ പോകുന്നത്? കുഞ്ഞാപ്പയ്ക്കാണ് ലഭിക്കാൻ പോകുന്നത്. അപ്പം ഈ ഇലക്ഷനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം വോട്ട് പരമാവധി കോണിയിൽ തന്നെ വന്ന് വീഴുക എന്നുള്ളത് കുഞ്ഞാലിക്കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അതൊരു ജീവൻ മരണ പ്രശ്നം തന്നെ. അന്ന് ചുരുങ്ങി പൊന്നാനിയിലെങ്കിലും ഒരു പാളിച്ച ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ അതിലേറ്റവും നല്ല ഇപ്പോൾ ഉള്ള ഏറ്റവും മികച്ചൊരു ആയുധമാണ് റിയാസ് മൗലവി. അപ്പോൾ റിയാസ് മൗലവി വെച്ച് പിണറായി വിജയനെ തന്നെ അറ്റാക്ക് ചെയ്യാണ്. അതാണ് കുഞ്ഞാലിക്കുട്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ രാഷ്ട്രീയത്തിലെ ബന്ധങ്ങൾ സൗഹൃദങ്ങൾ അതെപ്പോഴും ഒരേ രീതിയിൽ ഒരേ താളത്തിൽ ഇങ്ങനെ പോകുമെന്ന് നമ്മൾ വിചാരിക്കേണ്ട കാര്യമില്ല. അതിൻ്റെ ഒരു കെമിസ്ട്രി ഉണ്ട്. ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടി മത്സരിക്കുമ്പോൾ വേങ്ങരയിൽ നമുക്കറിയാം ഏറ്റവും വീക്കായിട്ടുള്ളൊരു സ്ഥാനാർത്ഥിയാണ് LDF നിർത്തുക. അതെന്തുകൊണ്ടാണ് നമുക്കെല്ലാവർക്കും അറിയാം എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു കാര്യം ശ്രദ്ധിച്ചു നിഷാദ്, മുസ്ലിം ലീഗിന് 3-4 അധികം നിയമസഭാ സീറ്റ് വേണമെന്ന് മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അതിൽ അവരാവശ്യപ്പെട്ട ഒരു സീറ്റ്, അവർ ക്ലെയിം ഉന്നയിച്ച ഒരു സീറ്റ് ബേപ്പൂരാണ്. ബേപ്പൂർ സീറ്റ് മുസ്ലിം ലീഗിന് വേണം എന്ന് ശക്തമായി അവർ വാദിച്ചുകൊണ്ടിരുന്നു. പക്ഷെ പൊടുന്നനെ ആ വാദം അങ്ങോട്ടില്ലാണ്ടായി. ബേപ്പൂർ എന്ന് മുസ്ലിം ലീഗ് നേതാക്കന്മാർ ആരും പറയുന്നില്ല. എന്താ കാരണം? ബേപ്പൂർ ഇപ്പുറത്ത് സ്ഥാനാർത്ഥിയായിട്ട് വരുന്ന ആരാണ്? റിയാസാണ് വരുന്നത്. അപ്പോൾ ബേപ്പൂരിനുള്ളിൽ അവകാശം പെട്ടെന്ന് താഴുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ചില കൊടുക്കൽ വാങ്ങലുകളാണ് ഇതിൽ സംഭവിക്കുന്നത്. എന്ന് വെച്ചിട്ട് എല്ലാ കാര്യത്തിലും അങ്ങനെയാണെന്ന് ധരിക്കരുത്. ഇപ്പം AR നഗർ ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും ശക്തമായി രംഗത്ത് വന്നത് ആരാണ്? ജലീലാണ്. ജലീലൊരു പത്രസമ്മേളനം നടത്തി, പിന്നെ ജലീലിനെ കണ്ടില്ലല്ലോ. അങ്ങോട്ട് പോയി AR നഗറിനെ കുറിച്ച്, പോളണ്ടിനെ കുറിച്ച് മിണ്ടിപ്പോരുന്ന പറഞ്ഞാൽ AR നഗറിനെ കുറിച്ച് മിണ്ടില്ല, കരൂരിനെ കുറിച്ച് മുസ്ലിം ലീഗും മിണ്ടില്ല. അപ്പോൾ ഇങ്ങനെയാണ് ഈ രാഷ്ട്രീയം വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഇപ്പം ഈ ഇലക്ഷനിൽ കുഞ്ഞാലിക്കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം നേടാൻ ഏറ്റവും മികച്ചൊരായുധമാണ് റിയാസ് മൗലവി. അത് അദ്ദേഹം ഏറ്റവും സമർത്ഥമായിട്ട് ഉപയോഗിക്കും. ഓക്കെ, അജിംസ് എന്താണ് ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടിയെക്കുറിച്ച് ഒരു പെർസെപ്ഷനാണിത്. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇത് ഏറ്റെടുക്കേണ്ട തരത്തിൽ നിർബന്ധിതാവസ്ഥയിലേക്ക് കുഞ്ഞാലിക്കുട്ടിയെ കൊണ്ടുപോകുന്ന, അല്ലെങ്കിൽ ഇത്രയും കണിശമായ നിലപാട് സ്വീകരിച്ചേ മതിയാവും നിർബന്ധിതാവസ്ഥയിലേക്ക് പോകുന്ന വേറെ ഫാക്ടേഴ്സ് ഉണ്ടോ? അല്ല, ഈ കുഞ്ഞാലിക്കുട്ടി പിണറായി വിജയൻ തമ്മിലുള്ള ബന്ധം അത് രാഷ്ട്രീയ ബന്ധം എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അതൊരു ബിസിനസ് ബന്ധമാണ്. അതൊരു പിണറായി വിജയനും കുഞ്ഞാലിക്കുട്ടിയും തമ്മിലുള്ള ഒരു ബിസിനസ് ബന്ധമാണ്. ആ ബിസിനസ് ബന്ധം അത് എല്ലാ മുന്നണികളിലെയും രാഷ്ട്രീയ നേതാക്കളും തമ്മിൽ പരസ്പരമുണ്ട്. അത് വളരെ അടുത്ത് നിന്ന് ഞാൻ പലരെയും കണ്ടിട്ടുണ്ട്. ഉദാഹരണത്തിന് ഞാൻ അത് ഏറ്റവും അടുത്ത് നിന്ന് കണ്ടത് ഈ മൂന്നാറിൽ ഭൂമി കൈയേറ്റം ഉണ്ടായിരുന്ന സമയമുണ്ടല്ലോ. ആ സമയത്ത് മൂന്നാറിൽ ഭൂമിയില്ലാത്ത രാഷ്ട്രീയക്കാരില്ല, എല്ലാ മുന്നണിയിലും പെട്ട ആളുകൾക്കും ഭൂമി ഉണ്ടായിരുന്നു. ഇവരാരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണം ഉന്നയിക്കില്ല. അവരാരും അവർ കൈയേറി അല്ലെങ്കിൽ ഇവർ കയറുന്നവർ അവരാരും പരസ്പരം ഉന്നയിക്കില്ല. അതൊരു മര്യാദയാണ്. രാഷ്ട്രീയക്കാർ പരസ്പരം പുലർത്തുന്ന ഒരു വ്യക്തിപരമായ മര്യാദയാണ്. ഇത്തരം കാര്യങ്ങളിൽ കയറി അതിൽ കുടുംബപരമായ ആക്ഷേപം നടത്താതിരിക്കുക, മക്കളെക്കുറിച്ച് അല്ലെങ്കിൽ കുടുംബാംഗങ്ങളെക്കുറിച്ചുള്ള ആരോപണങ്ങൾ അധിക്ഷേപം, ഇതുവർ പരസ്പരം കീപ്പ് ചെയ്യുന്ന, കേരള രാഷ്ട്രീയത്തിൽ പരസ്പരം കീപ്പ് ചെയ്യുന്ന ഒരു മര്യാദയാണ്. അത് പ്രത്യേകിച്ചും മുസ്ലിം ലീഗുകാർ അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധിക്കാറുണ്ട്. അത് പിണറായി വിജയനും ശ്രദ്ധിക്കാറുണ്ട്. പിണറായി വിജയൻ ഈ വ്യക്തിപരമായ രാഷ്ട്രീയ ആരോപണങ്ങൾ വളരെ കുറച്ച് മാത്രം ഉയർന്ന ആളാണ്. കുഞ്ഞാലിക്കുട്ടി അങ്ങനെ തന്നെയാണ്, ഉമ്മൻചാണ്ടി അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ ഉമ്മൻചാണ്ടിക്ക് നേരെ തിരിച്ചിട്ടത് അതല്ല, അത് വേറൊരു കാര്യം. അപ്പോൾ ഇത്തരം ഒരു മര്യാദയുടെ ഭാഗമായിട്ടാണ് അവർ ചെയ്യാത്തത്. ഇനി ദൗസായി പറഞ്ഞാൽ എനിക്ക് ഒരൊറ്റ അഭിപ്രായ വ്യത്യാസം മാത്രമേ ഉള്ളൂ. KS ഹംസയൊക്കെ കുഞ്ഞാലിക്കുട്ടിയുടെ നമ്പർ 1 എനിമി എന്ന് പറയാനുണ്ടോ? എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല.
എസ് ഹംസ ഒരു കലാപം ഉണ്ടാക്കി പുറത്തുപോയ ആളാണ്. അദ്ദേഹത്തിന് മുസ്ലിം ലീഗിൽ തന്നെ എത്ര പേർ അടർത്തിയെടുക്കാൻ കഴിഞ്ഞു, അദ്ദേഹത്തിൻ്റെ ഒപ്പം എത്ര മുസ്ലിം ലീഗുകാരുണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ഇപ്പോൾ ലത്തീഫ് തുറ ഹരിത വിഭാഗമൊക്കെ അവരുയർത്തിയ കലാപത്തെ കെ എസ് ഹംസ പിന്തുണച്ചു എന്നല്ലാതെ ഈ ലത്തീഫ് തുറയൂർ ഉൾപ്പെടെയുള്ളവർ കെ എസ് ഹംസയുടെ ആൾക്കാരെന്ന് അവർ പറഞ്ഞ അവർക്ക് തന്നെയാണ് കേടാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. അവർ തിരികെ പോയി എന്നുള്ള മറ്റൊരു കാര്യം. കെ എസ് ഹംസ കുഞ്ഞാലിക്കുട്ടിയുടെ നമ്പർ 1 എനിമിയാണെന്ന് കുഞ്ഞാലിക്കുട്ടി കരുതുന്നുണ്ടോ എനിക്കറിയില്ല, കെ എസ് ഹംസ തന്നെ കരുതുന്നുണ്ടോ എന്നറിയില്ല. ഞാനാണ് കുഞ്ഞാലിക്കുട്ടിയുടെ നമ്പർ 1 എനിമി, അങ്ങനെയൊന്നുമില്ല. കെ എസ് ഹംസ എന്ന് പറയുന്നത് വളരെ സ്ട്രാറ്റജിക്കലായിട്ടുള്ളൊരു സ്ഥാനാർത്ഥിയായിരുന്നു. CPM സംബന്ധിച്ചുള്ളത് ശരിയാണ്. കാരണം അദ്ദേഹത്തിന് ഈ സമസ്ത നേതാക്കളുമായിട്ട് പലരുമായിട്ടും ബന്ധമുണ്ട് എന്നുള്ളതുകൊണ്ടും ഒരു ലീഗ് വിമതൻ എന്നൊരു ലേബലിലും അദ്ദേഹത്തിന് അവിടെ പ്ലേസ് ചെയ്താൽ കുറേ അധികം വോട്ട് ബാങ്കിലേക്ക് UDF വോട്ട് ബാങ്കിലേക്ക് കടന്നു കയറാമെന്ന് CPM കരുതി എന്നതിനപ്പുറം ഹംസ എങ്ങാനും കൂടുതൽ വോട്ട് പിടിച്ചാൽ എന്ന് കരുതി കുഞ്ഞാലിക്കുട്ടി എന്ത് ചെയ്യാം റിയാസ് മൗലവി വിഷയം എടുക്കുക എന്നുള്ളതല്ല. റിയാസ് മൗലവി എന്നുള്ളത് സംബന്ധിച്ച് UDF സംബന്ധിച്ച്, ലീഗിനെ സംബന്ധിച്ചും UDF സംബന്ധിച്ച് ഈ സമയത്ത് അവർക്ക് കിട്ടിയ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ ആയുധമാണ്. വേറെ ഒന്നും അവർക്കില്ല. കാരണം പൗരത്വ വിഷയത്തിൽ പിണറായി വിജയനും LDF ഗോളടിച്ച് മുന്നോട്ട് പോവുകയാണ്. ഒരു തരത്തിലുള്ള മറുവാദവും UDF ഭാഗത്തുനിന്നുണ്ടാവുന്നില്ല, കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നില്ല. ആ ക്യാമ്പയിനെ ചെറുക്കാൻ UDF കഴിയുന്നുണ്ടായിരുന്നില്ല. അതായത് മലപ്പുറം ടൗണിൽ വന്ന് പിണറായി വിജയൻ്റെ പ്രസംഗം കേൾക്കണം. അതായത് അത്രമാത്രം രൂക്ഷമായ ഭാഷയിൽ രാഷ്ട്രീയ ആരോപണമാണ് കോൺഗ്രസിനെതിരെയും UDF ഉന്നയിക്കുമ്പോൾ ഇവർക്ക് കിട്ടുന്ന ആകെ ഒരു പിടിവള്ളിയാണ്. അത് പടച്ചവും കൊണ്ടുപോയി കൊടുത്തതുപോലെ എന്ന് പറയാവുന്ന രീതിയിൽ കുഞ്ഞാലിക്കുട്ടി കിട്ടുന്നൊരു പിടിവള്ളിയാണ്. അത് കുഞ്ഞാലിക്കുട്ടി ഉപയോഗിക്കാതിരിക്കുന്നതാണ് ലീഗിനെ അവിടെ മുക്കിക്കളയുക, ലീഗിൻ്റെ ക്യാമ്പയിൻ മുക്കിക്കളയുക എന്നുള്ളതാണ്. പ്രത്യേകിച്ചും മലപ്പുറം പൊന്നാനി സീറ്റുകളിൽ ലീഗ് തന്നെ സംസാരിക്കണം. ഇപ്പോൾ റിയാസ് മൗലവി ജഡ്ജ്മെൻ്റ് ഉണ്ടായ സമയത്ത് റിയാസ് മൗലവിയുടെ ആ കോടതി വിധിയെക്കുറിച്ച് സംസാരിക്കാതെ മലപ്പുറത്തോ പൊന്നാനിയിലോ മുസ്ലിം ലീഗിന് വോട്ട് പിടിക്കാൻ കഴിയില്ല. അതിനെക്കുറിച്ച് സംസാരിച്ചേ പറ്റൂ. അത് കുഞ്ഞാലിക്കുട്ടി തന്നെ സംസാരിച്ചേ പറ്റൂ, വേറെ ആരും സംസാരിച്ചിട്ടും കാര്യമില്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോൾ ലീഗിനകത്തെ കുഞ്ഞാലിക്കുട്ടിയുടെ ഏറ്റവും വലിയ ക്രിട്ടിക് എന്ന് കരുതുന്ന ആളാണ് KM ഷാജി ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് എവിടെയാണ്? ഷാജിയെ പറ്റി എന്തെങ്കിലും കേൾക്കുന്നുണ്ടോ? അപ്പോൾ ആ റോള് കുഞ്ഞാലിക്കുട്ടി ഏറ്റെടുക്കുകയാണ്. ഇപ്പോൾ നമ്മൾ വിചാരിക്കുമ്പോൾ ഷാജിയും കുഞ്ഞാലിക്കുട്ടിയും വലിയ ശത്രുക്കളാണെന്ന് പറയും പോലെ അവർ കണ്ടാൻ മിണ്ടൂല, അങ്ങനെയൊന്നുമല്ല. ഈ രാഷ്ട്രീയ പാർട്ടിക്കകത്ത് രണ്ട് വ്യത്യസ്ത ആശയധാരകളെ, രണ്ട് വ്യത്യസ്ത രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ പറയും ഷാജിയും കുഞ്ഞാലിക്കുട്ടിയും ശത്രുക്കൾ, അവർ കണ്ടാൻ മിണ്ടില്ല, അങ്ങനെയൊന്നുമല്ല. കുഞ്ഞാലിക്കുട്ടി ഷാജിയോട് സംസാരിക്കാനുള്ള സ്പേസ് ഉണ്ട്, ഷാജി തിരിച്ചും കുഞ്ഞാലിക്കുട്ടിയോട് സംസാരിക്കുന്നുണ്ട്. ഇതൊക്കെ ഉണ്ടായിരിക്കെ തന്നെയാണ് ഈ പരസ്പരം പരോക്ഷമായ വിമർശനം ഉണ്ടാകുന്നത്. അതല്ലാതെ ഹംസയെ പേടിച്ച് ഈ റിയാസ് മൗലവി വിഷയം ഉയർത്തി അത് എനിക്ക് അങ്ങ് ദഹിക്കുന്നില്ല. യെസ്, അപ്പോൾ അതാണ്. അപ്പോൾ എന്തായാലും കുഞ്ഞാലിക്കുട്ടി കുറച്ചുകൂടെ ഒരു ഷാർപ്പായ പൊസിഷൻ എടുക്കുന്നത് രാഷ്ട്രീയത്തിലെ കൗതുകമുള്ള കാഴ്ചയാണ്.